ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഒരു ചെറിയൊരു സ്റ്റോറിയാണ് പഠിക്കാൻ പോകുന്നത്. സ്റ്റോറിയുടെ പേരാണ് ദ ഡോട്ട്. ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കുത്തല്ലേ. ഹിയർ ഈസ് ദ സ്റ്റോറി ഓഫ് എ യങ് ഗേൾ ഹു ബിലീവ്ഡ് ദാറ്റ് ഷീ കുഡ് നോട്ട് ഡ്രോ പിക്ചേഴ്സ്. ഡു യു തിങ്ക് ഷീ ക്യാൻ ഡ്രോ? ഇത് ആരെ പറ്റിയുള്ള കഥയാണ്? ഒരു ചെറിയ പെൺകുട്ടിയുണ്ട്. അവൾ എന്തെന്നാണ് വിശ്വസിക്കുന്നത്? അവൾക്ക് പടങ്ങൾ വരയ്ക്കാൻ സാധിക്കില്ല എന്നവൾ വിശ്വസിക്കുന്നു. അപ്പോൾ അവൾക്ക് വരയ്ക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ ഈ കഥയിൽ നോക്കാൻ പോകുന്നത്. ഒരു ഫസ്റ്റ് പിക്ചർ നോക്കിയേ. ദ ആർട്ട് ക്ലാസ് വാസ് ഓവർ ബട്ട് വഷ്ടി സാറ്റ് ഗ്ലൂഡ് ടു ഹർ ചെയർ. ഹർ പേപ്പർ വാസ് ബ്ലാങ്ക്. ആർട്ട് ക്ലാസ് കഴിഞ്ഞിട്ടും വഷ്ടി എന്ന് പറയുന്ന കുട്ടി അവളുടെ ചെയറിൽ നിന്ന് എണീക്കാതെ ആ ചെയറിൽ ഗ്ലൂ ചെയ്യപ്പെട്ട പോലെ, ഒട്ടിയ പോലെ ഇരിക്കുവാണ്. ഹർ പേപ്പർ വാസ് ബ്ലാങ്ക്. അവളുടെ പേപ്പർ ബ്ലാങ്ക് ആയിരുന്നു, അതിലൊന്നുമില്ല. അടുത്ത സെക്കൻഡ് പിക്ചർ എന്താ? വഷ്ടീസ് ടീച്ചർ ലീൻഡ് ഓവർ ദ ബ്ലാങ്ക് പേപ്പർ. വഷ്ടീൻ്റെ ടീച്ചർ എന്താണ് അവളുടെ പേപ്പറിലേക്ക് ഇങ്ങനെ കുനിഞ്ഞ് നോക്കി. എ പോളാർ ബിയർ ഇൻ എ സ്നോ സ്റ്റോം ഷീ സെഡ്. അപ്പോൾ ടീച്ചർ എന്താ പറഞ്ഞ? ഒരു സ്നോ സ്റ്റോമിൽ, അതായത് ഒരു മഞ്ഞിലുള്ള ഒരു പോളാർ ബിയർ പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അത് അവിടെ കളിയാക്കിയാണോ? കാരണം എന്താ? സ്നോ സ്റ്റോം, അതായത് മഞ്ഞിൻ്റെ കളറ് വെള്ളയാണ്, അതുപോലെ തന്നെ പോളാർ ബിയറിൻ്റെ കളറും വെള്ളയാണ്. അതിനർത്ഥം എന്താ? ആ പേപ്പറിൽ ഒന്നും തന്നെ ഇല്ല, ഒരു ബ്ലാങ്ക് പേപ്പറായിരുന്നു. അപ്പോൾ അവൾ എന്തു പറഞ്ഞു? വെരി ഫണ്ണി, ഐ ജസ്റ്റ് കാൺ ഡ്രോ. അപ്പോൾ അവൾ എന്തു പറഞ്ഞു? എനിക്ക് അത് വളരെ തമാശയാണോ, എനിക്ക് വരയ്ക്കാൻ സാധിക്കില്ല എന്ന് പറയുകയാണ്. ഹർ ടീച്ചർ സ്മൈൽഡ്. ജസ്റ്റ് മേക്ക് എ മാർക്ക് ആൻഡ് സീ വെയർ ഇറ്റ് ടേക്സ് യു. ഇത് കേട്ട് അവളുടെ ടീച്ചർ ചിരിച്ചുകൊണ്ട് എന്ത് പറഞ്ഞു? നീ ഒരു വരയിട്ട് നോക്കൂ, അല്ലെങ്കിൽ ഒരു കുത്തിട്ട് നോക്കൂ, എന്നിട്ട് അത് നിന്നെ എവിടേക്ക് കൊണ്ടുപോകും നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വഷ്ടി എന്ത് ചെയ്തു? ഗ്രാബ്ഡ്, ആ പേപ്പർ ഇങ്ങനെ എടുത്ത് മാർക്കർ ആൻഡ് ഗീവ് ദ പേപ്പർ എ ഗുഡ് സ്ട്രോങ് ജാബ്. ഒരു മാർക്കറും എടുത്ത് അവളുടെ പേപ്പറും എടുത്ത് ഒരു വലിയൊരു കുത്തങ്ങ്, ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കുത്തങ്ങ് ഇടുകയാണ്. ദേ നോക്കൂ എന്നവൾ പറയുവാണ്. Her teacher picked up the paper and studied it carefully. She pushed the paper towards Vashti and quietly said, "Now sign it." അപ്പോൾ അവളുടെ ടീച്ചർ എന്ത് പറഞ്ഞു? ആ പേപ്പർ കയ്യിലെടുത്തു. അവൾ ഈ കുത്തിട്ട പേപ്പർ കയ്യിലെടുത്തിട്ട് പറഞ്ഞു, എന്താണ്, അതിനെ നന്നായി ഒന്ന് മനസ്സിലാക്കി. എന്നിട്ട് പറഞ്ഞു, ഷീ പുഷ് ദ പേപ്പർ ടുവേർഡ്സ് വഷ്ടി. വഷ്ടിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട്, വഷ്ടിയുടെ അടുത്തേക്ക് നീക്കി കൊടുത്തിട്ട് അവളുടെ ടീച്ചർ എന്ത് പറഞ്ഞു? ഇനി നീ ഒരു സൈൻ ഇടൂ, നീ ഒരു ഒപ്പിടൂ എന്ന് പറയുകയാണ്. വഷ്ടി തോട്ട് ഫോർ എ മൊമെൻറ്റ്, വെൽ മേബി ഐ കാൺട്ട് ഡ്രോ ബട്ട് ഐ ക്യാൻ സൈൻ മൈ നെയിം. അപ്പോൾ വഷ്ടി എന്ത് ചിന്തിക്കുകയാണ്? പക്ഷേ എനിക്ക് വരയ്ക്കാൻ കഴിയില്ല, എന്നാൽ എനിക്ക് ഒപ്പിടാൻ സാധിക്കുമോ? സാധിക്കും എന്ന് പറഞ്ഞ് ഐ ക്യാൻ, അവൾക്കൊണ്ട് പറ്റും ഒപ്പിടാൻ എന്ന് പറഞ്ഞ് അവൾ ചിന്തിക്കുകയാണ്. ദ നെക്സ്റ്റ് വീക്ക് വഷ്ടി വാക്ക്ഡ് ഇൻ ടു ദ ആർട്ട് ക്ലാസ്. അടുത്ത ആഴ്ച വഷ്ടി വീണ്ടും ആർട്ട് ക്ലാസ്സിലേക്ക് പോയി. ഷീ വാസ് സർപ്രൈസ് ടു സീ വാട്ട് വാസ് ഹാങ്ങിങ് എബോവ് ഹർ. സർപ്രൈസായി, അവൾ എന്ത് ചെയ്തു? അവൾക്ക് അതിശയമായി. എന്ത് കണ്ടിട്ടാണ്? അവളുടെ മുന്നിലുള്ള ഒരു പെയിൻറ്റിങ് കണ്ടിട്ട്. എന്താണത്? അവൾ ആ വരച്ച കുത്താണ് അവളുടെ മുന്നിലുള്ളത്. ഇറ്റ് വാസ് എ ലിറ്റിൽ ഡോട്ട് ഷീ ഹാഡ് ഡ്രോൺ. ഹർ ഡോട്ട്, അവളിട്ട ഒരു കുത്തില്ലേ ആ പേപ്പറിൽ കഴിഞ്ഞ ക്ലാസ്സിൽ, അതാണ് ടീച്ചർ അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഓൾ ഫ്രെയിംഡ് ഇൻ സ്വേർലി ഗോൾഡ്. എന്താണ് അതെങ്ങനെയാണ്? അതൊരു ഫ്രെയിമൊക്കെ ആക്കിയാണ് ടീച്ചർ വെച്ചിരിക്കുന്നത്. ആ ഫ്രെയിം എല്ലാം ഗോൾഡിലാണ്, അതിൻ്റെ ഫ്രെയിമിൻ്റെ ബോർഡർ വരുന്നത് ഗോൾഡ് കളറിലായിരുന്നു. അടുത്ത് നോക്കിയേ. ഐ ക്യാൻ മേക്ക് എ ബെറ്റർ ഡോൺ ദാറ്റ്. ഷീ ഓപ്പൺ ഹർ സെറ്റ് ഓഫ് വാട്ടർ കളേഴ്സ് ആൻഡ് സെറ്റ് ടു വർക്ക്. അതുകൊണ്ടിട്ട് അവൾ എന്ത് പറഞ്ഞു? എനിക്ക് ഇതിനേക്കാൾ നന്നായി ഒരു കുത്തിടാൻ സാധിക്കും എന്ന് പറഞ്ഞ് അവൾ അവളുടെ വാട്ടർ കളേഴ്സ് എല്ലാം എടുത്ത് വീണ്ടും അവളുടെ ജോലിക്ക് തുടങ്ങുകയാണ്. വഷ്ടി പെയിൻറ്റഡ് ആൻഡ് പെയിൻറ്റഡ്. വഷ്ടി എന്ത് ചെയ്തുകൊണ്ടിരുന്നു? പെയിൻറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. എ റെഡ് ഡോട്ട്, എ പേർപ്പിൾ ഡോട്ട്, എ യെല്ലോ ഡോട്ട്, എ ബ്ലൂ ഡോട്ട്. അപ്പോൾ അവൾ ഏതൊക്കെ ഡോട്ട്സ് ഇടാൻ തുടങ്ങി? ഒരു റെഡ് ഡോട്ട്, ചുവന്ന ഡോട്ട് ഇട്ടു, പർപ്പിൾ ഡോട്ട് ഇട്ടു, അടുത്ത് യെല്ലോ മഞ്ഞ ഡോട്ട് ഇട്ടു, ബ്ലൂ ഡോട്ട് ഇട്ടു, നീല ഡോട്ട് ഇട്ടു. അങ്ങനെ 4 കുത്തുകൾ അവൾ ഇട്ടു. ദ ബ്ലൂ മിക്സ്ഡ് വിത്ത് ദ യെല്ലോ. എന്നിട്ട് അവൾ അടുത്ത് എന്ത് ചെയ്തു? ബ്ലൂവും യെല്ലോയും കൊണ്ട് മിക്സ് ചെയ്തിട്ടു. ഷീ ഡിസ്കവേർഡ് ദാറ്റ് ഷീ കുഡ് മേക്ക് എ ഗ്രീൻ ഡോട്ട്. അപ്പോൾ അവൾക്ക് എന്ത് മനസ്സിലായി? ബ്ലൂവും യെല്ലോയും മിക്സ് ചെയ്ത് അവളിട്ട് ഇത് ഗ്രീൻ ഡോട്ടായി മാറി. വഷ്ടി കെപ്റ്റ് എക്സ്പെരിമെൻറ്റിങ് വിത്ത് ലോട്ട്സ് ഓഫ് ലിറ്റിൽ ഡോട്ട്സ് ഇൻ മെനി കളേഴ്സ്. അവൾ ഒരുപാട് കളേഴ്സ് ഇങ്ങനെ മിക്സ് ചെയ്തും അല്ലാതെയൊക്കെ പല പല ഡോട്ട്സ് ഇട്ട് നോക്കി. ഇഫ് ഐ ക്യാൻ മേക്ക് ലിറ്റിൽ ഡോട്ട്സ് ഐ ക്യാൻ മേക്ക് ബിഗ് ഡോട്ട്സ് ടു. എനിക്ക് ചെറിയ ഡോട്ട്സ് ഇടാൻ പറ്റുമെങ്കിൽ വലിയ ഡോട്ട്സ് ഇടാനും എനിക്ക് പറ്റും എന്നവൾ മനസ്സിലാക്കി. വഷ്ടി സ്പ്ലാഷ്ഡ് ഹർ കളേഴ്സ് വിത്ത് എ ബിഗ്ഗർ ബ്രഷ് ഓൺ എ ബിഗ്ഗർ പേപ്പർ ടു മേക്ക് എ ബിഗ്ഗർ ഡോട്ട്സ്. അപ്പോൾ വഷ്ടി എന്ത് ചെയ്തു? അവളുടെ കളേഴ്സ് ഒരു വലിയ ബ്രഷിലെടുത്ത് വലിയ പേപ്പറിലേക്ക് ഒരു വലിയ കുത്തിട്ടു. വഷ്ടി ഈവൻ മെയ്ഡ് എ ഡോട്ട് ബൈ നോട്ട് പെയിൻറ്റിങ് എ ഡോട്ട്. വഷ്ടി എന്ത് ചെയ്തു?
പെയിൻറ് ചെയ്യാതെ തന്നെ അവൾക്കൊരു വലിയ ഡോട്ട് ഇടാൻ ഇപ്പോൾ സാധിച്ചു. കുറച്ചാഴ്ചകൾക്ക് ശേഷം ഇവരുടെ ഈ ആർട്ടെല്ലാം സ്കൂളിൽ എല്ലാവർക്കും കാണിക്കുന്ന ദിവസം വന്നു. വഷ്ടീസ് ഡോട്ട് മെയ്ഡ് ക്വയറ്റ് എ സ്പ്ലാഷ്. എന്താണ് വഷ്ടി ഇത്ത കുത്തുകളുള്ള പെയിൻറ്റിംഗ് ഇല്ലേ, അത് വളരെയധികം പ്രശസ്തമായി. വഷ്ടി നോട്ടീസ്ഡ് എ ലിറ്റിൽ ബോയ് ഗേസിങ് അപ്പ് അറ്റ് ഹെർ. വഷ്ടി എന്ത് ചെയ്തു, കണ്ടു ഒരു ചെറിയ കുട്ടി അവളുടെ ഇങ്ങനെ പെയിൻറ്റിങ്ങിലോട്ട് നോക്കി നിൽക്കുന്നത്, അവളെ നോക്കുന്നത്. യു ആർ എ റിയലി ഗ്രേറ്റ് ആർട്ടിസ്റ്റ്, ഐ വിഷ് ഐ കുഡ് ഡ്രോ. അവരെന്താണ് പറഞ്ഞത്, നിങ്ങൾ വളരെ നല്ല ഒരു ആർട്ടിസ്റ്റാണ്, നിങ്ങൾ വളരെ നല്ലൊരു കലാകാരിയാണ്, എനിക്കും വരയ്ക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് അവൻ പറഞ്ഞു. ഐ ബെറ്റ് യു ക്യാൻ സെറ്റ് വഷ്ടി. വഷ്ടി എന്തു പറഞ്ഞു, നിനക്കും സാധിക്കും. മീ നോ നോട്ട് ഐ. അപ്പോൾ അവൻ എന്തു പറഞ്ഞു, ഞാനോ, എനിക്ക് പറ്റില്ല. ഐ കാൻറ്റ് ഈവൻ ഡ്രോ എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ റൂളർ. അവൻ എന്തു പറഞ്ഞു, ഞാനൊരു സ്കെയിൽ എടുത്ത് വെച്ച് വരച്ചാൽ പോലും എനിക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ പറ്റില്ല. വഷ്ടി സ്മൈൽഡ്. ഷീ ഹാൻഡഡ് ദ ബോയ് എ ബ്ലാങ്ക് ഷീറ്റ് ഓഫ് പേപ്പർ. ഷോ മീ. വഷ്ടി എന്ത് ചെയ്തു, അവനെ നോക്കി ചിരിച്ചു. എന്നിട്ട് അവനൊരു ബ്ലാങ്ക് പേപ്പർ കൊടുത്തു, ഒന്നുമില്ലാത്തൊരു കാലി പേപ്പർ കൊടുത്തിട്ട് പറഞ്ഞു, നീ എന്നെ കാണിക്കൂ, നിനക്ക് നേരെ ഒരു ലൈൻ പോലും വരയ്ക്കാൻ പറ്റില്ല, നീ എന്നെ കാണിക്കൂ എന്ന് പറയാണ്. ബോയ്സ് പെൻസിൽ ഷുക്ക് ആസ് ഹീ ഡ്രൂ ഹിസ് ലൈൻ. ബോയിൻ്റെ പെൻസിൽ എന്നെ എന്ത് ചെയ്തു, കിടന്നിങ്ങനെ എന്തോ കുലുങ്ങുകയാണ് അവനാ വരയ്ക്കാൻ നേരം. വഷ്ടി സ്റ്റെയർഡ് അറ്റ് ദ ബോയ്സ് സ്ക്വിഗിൾ ആൻഡ് ദെൻ ഷീ സെഡ്, സൈൻ ഇറ്റ്. അപ്പോൾ വഷ്ടി എന്ത് ചെയ്തു, അവനെ ഈ പ്രവർത്തികളെല്ലാം കണ്ടു നിന്നു. എന്നിട്ട് അവനോട് എന്തു പറഞ്ഞു, ഇനി അതിൽ സൈൻ ചെയ്യൂ, അതിൽ ഒപ്പിടൂ എന്ന് പറഞ്ഞു. ഈ സ്റ്റോറി ആരാണ് എഴുതിയത്, പീറ്റർ ഹാമിൽട്ടൺ റെയ്നോൾഡ്സ് ആണ് ഈ സ്റ്റോറി എഴുതിയത്. അദ്ദേഹം ഒരു കനേഡിയൻ ഓതറും ഒരു ഇല്ലസ്ട്രേറ്റർ ഓഫ് ചിൽഡ്രൻസ് ബുക്കും ആണ്. ഹി ഈസ് ദ ഫൗണ്ടർ ഓഫ് എഡ്യൂക്കേഷണൽ മീഡിയ കമ്പനി ഫാബിൾ വിഷൻ എന്ന എഡ്യൂക്കേഷണൽ മീഡിയ കമ്പനിയുടെ ഫൗണ്ടറും കൂടിയാണ് അദ്ദേഹം. ഫാബിൾ വിഷൻ എന്ന വിദ്യാഭ്യാസ മീഡിയ കമ്പനിയുടെ ഫൗണ്ടറും കൂടിയാണ് അദ്ദേഹം. റെയ്നോൾഡ്സ് ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഹിസ് ചിൽഡ്രൻസ് ബുക്ക് അബൌട്ട് ഒതൻറ്റിക് ലേണിംഗ്, ക്രിയേറ്റിവിറ്റി ആൻഡ് സെൽഫ് എക്സ്പ്രഷൻ. അപ്പോൾ റെയ്നോൾഡ്സ് എന്തിനാണ് പ്രശസ്തനായിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ കുട്ടികളുടെ ബുക്കിനാണ് അദ്ദേഹം പ്രശസ്തമായിട്ടുള്ളത്. ഈ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകങ്ങളെല്ലാം എന്തിനെ പറ്റിയാണുള്ളത്, എങ്ങനെയെല്ലാം നന്നായി പഠിക്കാം, ക്രിയേറ്റിവിറ്റി, പിന്നെ സെൽഫ് എക്സ്പ്രഷൻ, ഇതിനെയൊക്കെ പറ്റിയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലുള്ളത്. ഗ്ലോസറി നോക്കിയേ. ബ്ലാങ്ക് എന്ന അർത്ഥം എന്താണ്, എം ടി ഓർ വിത്തൗട്ട് എനി മാർക്ക് ഓർ റൈറ്റിംഗ്. ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ അത് പേപ്പറിൽ ഒന്നുമില്ല, ഒരു എം ടി ആണ്, അതിലൊരു മാർക്ക് പോലും ഇല്ല. എക്സ്പെരിമെൻറ്റ്, ടു ട്രൈ ഔട്ട് ന്യൂ ഓർ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓർ ഐഡിയാസ്. എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ പുതിയ ഒരു കാര്യം അല്ലെങ്കിൽ പുതിയൊരു രീതി ചെയ്ത് നോക്കുക എന്നുള്ളതാണ് എക്സ്പെരിമെൻറ്റ്. ഗെയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടു ലുക്ക് സ്റ്റഡിലി, അയാളുടെ നേരെ ഇങ്ങനെ രൂക്ഷമായി നോക്കുക, അല്ലെങ്കിൽ അയാളെ തന്നെ നോക്കി നിൽക്കുക എന്ന് പറയില്ലേ, അതാണ് ഗെയ്സ്. ഗ്ലൂ, ടു സ്റ്റിക്ക് ഫേംലി ടു സംതിങ്. ഗ്ലൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒട്ടിച്ച് വയ്ക്കുക. ജാബ്, എ ഫോഴ്സ്ഫുൾ പോക്ക് ഓർ പുഷ്. ജാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, വളരെ ശക്തിയായ ഒരു കുത്തിടുക. അടുത്ത് റൂളർ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്കെയിലാണ് അല്ലേ നമ്മളുടെ. എ സ്ട്രെയിറ്റ് എഡ്ജ് യൂസ് ടു മെഷർ ഓർ ഡ്രോ ലൈൻസ്. എന്താണ്, ഒരു കാര്യം അളക്കാനോ അല്ലെങ്കിൽ നേരെ ഒരു വര വരയ്ക്കാനോ ഉപയോഗിക്കുന്നതാണ് റൂളർ. സ്പ്ലാഷ്, ടു കോസ് ടു സ്കാറ്റർ ഓർ സ്പ്രെഡ് ഇൻ ഓൾ ഡയറക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിങ്ങനെ ഒരു കളർ എടുത്ത് ഇങ്ങനെ ഒരു കുത്തിടുകയാണ്, അപ്പോൾ കളർ എല്ലാ തലത്തോട്ടും ഇങ്ങനെ സ്പ്രെഡ് ആവില്ലേ, അതാണ് സ്പ്ലാഷ് എന്ന് പറയുക. സ്കാറ്റർ ചെയ്യുക, ചിതറുക, അതാണ് അതിനർത്ഥം. അടുത്ത് സ്ക്വിഗിൾ, എ കേർവി ലൈൻ. സ്ക്വിഗിൾ എന്ന് പറഞ്ഞാൽ ഒരു വളഞ്ഞ വര. അടുത്ത് സ്വേളി, ഹാവിങ് എ സ്പൈറൽ പാറ്റേൺ. സ്വേളി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പൈറലി, ഇങ്ങനെ കറങ്ങിയ വരകൾ വരയ്ക്കുക, ചുറ്റുമുള്ള വരകൾ വരയ്ക്കുക എന്നാണ് സ്വേളിൻ്റെ അർത്ഥം.